ഞാൻ ഡോക്ടർ സുരേഷ്, തിരുവനന്തപുരം SK ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവി. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ വളരുന്ന വമ്പിച്ച ഒരു ആരോഗ്യ വിപത്താണ് ഹൃദ്രോഗങ്ങൾ. ഈ ഹൃദ്രോഗങ്ങളിലേക്ക് നയിക്കുന്നതായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. ഇവയെ നമ്മൾ അപായ ഘടകങ്ങൾ എന്ന് പറയുന്നു. ചിലവ നിയന്ത്രിക്കാവുന്നതാണ്, ചിലത് നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ്. നിയന്ത്രിക്കാവുന്ന അപായ ഘടകങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രക്തത്തിലെ കൊഴുപ്പുകളുടെ, അതായത് കൊളസ്ട്രോളിൻ്റെ അളവ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം രക്തത്തിലെ കൊഴുപ്പുകളുടെ അളവിനെ പറ്റിയാണ്. രക്തത്തിലെ കൊഴുപ്പുകളുടെ അളവ്, അതായത് കൊളസ്ട്രോളിനെ പറ്റി പല അർത്ഥസാധ്യങ്ങളും അബദ്ധധാരണകളും പ്രചാരത്തിലുണ്ട്. കൊളസ്ട്രോൾ ഒരു അപായ ഘടകമേ അല്ല എന്നും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് എന്നും അത് ഒരു കാരണവശാലും രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നില്ല എന്നും മറ്റുമുള്ള സന്ദേശങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ വാസ്തവം? കൊളസ്ട്രോൾ സത്യത്തിൽ ഒരു വില്ലനാണോ അതോ ഒരു സുഹൃത്താണോ? ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നേരാണ്, കൊളസ്ട്രോൾ ശരീരത്തിലെ ഒരു തരം കൊഴുപ്പാണ്. ശരീരത്തിൽ പലതരം കൊഴുപ്പുകളുണ്ട്. ഫാറ്റി ആസിഡ്സ്, ഫോസ്ഫോലൈപ്പിഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ്, കൊളസ്ട്രോൾ, അങ്ങനെയുള്ളത്. ഈ കൊളസ്ട്രോൾ ശരീരത്തിൻ്റെ ഘടനയ്ക്കും പ്രവർത്തനത്തിനും ഒരു പരിധി വരെ ആവശ്യമാണ് താനും. കോശങ്ങളുടെ ഭിത്തികളുടെ നിർമ്മാണത്തിലും പ്രവർത്തനത്തിലും, അതേപോലെ പല ഹോർമോണുകൾ, വിറ്റാമിനുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ, അതേപോലെ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടുന്ന ബൈൽ ആസിഡ്സ്, ഇവയുടെ എല്ലാം സിന്തസിസിന് കൊളസ്ട്രോൾ ഒരു അവശ്യ ഘടകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യത്തിന് വേണ്ടുന്ന ഒരു ഘടകം തന്നെയാണ് കൊളസ്ട്രോൾ. പക്ഷേ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ അമിതമായിട്ട് വർദ്ധിക്കുമ്പോഴാണ് ഈ സുഹൃത്ത് അപകടകാരിയാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വില്ലൻ തന്നെയാണ് കൊളസ്ട്രോൾ. എങ്ങനെയാണ് കൊളസ്ട്രോൾ നമുക്ക് ഒരു രോഗത്തിന് കാരണമായി മാറുന്നത്? കൊളസ്ട്രോൾ രക്തത്തിൽ സഞ്ചരിക്കുന്നത് പ്രോട്ടീനുകളുമായിട്ട് യോജിച്ച് ഒരു മിശ്രിതമായിട്ടാണ്. അതിനെ ലൈപ്പോ പ്രോട്ടീൻ എന്ന് പറയും. രണ്ട് സാന്ദ്രതയ്ക്കനുസരിച്ച്, അതായത് ഡെൻസിറ്റി വെച്ചിട്ട് രണ്ട് തരത്തിലുള്ള കൊളസ്ട്രോൾ ഉണ്ട്. HDL കൊളസ്ട്രോൾ, ഉയർന്ന സാന്ദ്രതയുള്ള ലൈപ്പോ പ്രോട്ടീൻ. അതേപോലെ LDL കൊളസ്ട്രോൾ, കുറഞ്ഞ സാന്ദ്രതയുള്ള ലൈപ്പോ പ്രോട്ടീൻ. അതിൽ HDL കൊളസ്ട്രോൾ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഉപകരിക്കുന്നതാണ്. H എന്നുള്ളത് ഹാർട്ട് അല്ലെങ്കിൽ ഹെൽത്ത് എന്നുള്ളതിന് സമമായിട്ട് കരുതാം. അതേസമയം LDL കൊളസ്ട്രോളാണ് അപകടകാരി. LDL കൊളസ്ട്രോളിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ അത് അതെറോസ്ക്ലീറോസിസ് എന്ന ഒരു ജനിതാവസ്ഥ, രക്തക്കുഴലുകളിലെ ഭിത്തികളിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി തടിപ്പ്, കട്ടി, ബ്ലോക്കുകൾ എന്നിവ സംജാതമാകുന്ന ഒരവസ്ഥയിലേക്ക് നയിക്കുന്നു. പ്രായം കൂടി വരുന്തോറും എല്ലാ ആൾക്കാരിലും ഉള്ള ഒരു അവസ്ഥയാണ് ഈ അതെറോസ്ക്ലീറോസിസ്. എന്നാൽ ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹ രോഗം, അതേപോലെ രക്തത്തിലെ കൊഴുപ്പുകളുടെ അമിതമായ അളവ്, ഇവയെല്ലാം തന്നെ ഈ അതെറോസ്ക്ലീറോസിസ് എന്ന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. ഈ അതെറോസ്ക്ലീറോസിസിലെ ഈ കൊളസ്ട്രോളിൻ്റെ തന്മാത്രകൾ ഈ രക്തക്കുഴലുകളുടെ ആന്തരപാളിയായിട്ടുള്ള എൻഡോത്തീലിയത്തിൽ വന്ന് അടിഞ്ഞുകൂടി കൊഴുപ്പുകളുടെ കൂമ്പാരം സൃഷ്ടിക്കുകയും ഈ കൂമ്പാരം വളർന്നാണ് അതെറോസ്ക്ലീറോട്ടിക് പ്ലാക്ക്, ബ്ലോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നിവയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉളവാകുന്നതും ആണ്.